ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 15 ഇടവ രവി സംക്രമമാണ്. അതായത് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇടവ രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2025 മെയ് 15 ഇടവ രവി സംക്രമം, അതായത് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്. ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ്. അപ്പോൾ ആ ശുക്രനാണെങ്കിൽ മെയ് 31 വരെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെയാണ്. ജൂൺ 14 വരെ സൂര്യൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും. ഇപ്പം ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് ആ ശുക്രൻ സൂര്യൻ്റെ ശത്രുഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് സൂര്യൻ രാശി മാറുന്നത് മിത്രരാശിയിലല്ല. എങ്കിലും ആ ഇടവൻ രാശിയിലെ 3 നക്ഷത്രങ്ങൾ, അത് ആ നക്ഷത്ര അധിപന്മാർ അത് സൂര്യൻ്റെ മിത്രഗ്രഹങ്ങളാണ്. അതായത് ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളിലൂടെയാണ് ഈ സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പം ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമാണ്. ആ സ്വന്തം നക്ഷത്രത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ബലം കൂടും സൂര്യന്. അതുപോലെ തന്നെ രോഹിണി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. മകയിരം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ്. അപ്പോൾ ഈ ചന്ദ്രനും ചൊവ്വയും ഒക്കെ തന്നെ സൂര്യൻ്റെ മിത്രഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പൊതുവെ ശത്രു രാശിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും മിത്ര നക്ഷത്രങ്ങളിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ വലിയ ദോഷം ആ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാവില്ല. മാത്രമല്ല മെയ് 24 വരെ ഏകദേശം സൂര്യൻ കാർത്തിക നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമായതുകൊണ്ട് സൂര്യൻ്റെ എനർജിയൊക്കെ സൂര്യൻ്റെ ശക്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ്. അപ്പോൾ കാലപുരുഷൻ്റെ ധനസ്ഥാനത്താണ് ആ സൂര്യൻ വരുന്നത് എന്നുള്ളത് കൊണ്ട്, രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് നമ്മുടെ ഉപജീവനത്തിനുള്ള ഉപാധികൾ കണ്ടെത്തുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. അതിനുള്ള ഒരു പരിശ്രമം ഈ സമയത്ത് കൂടും. ഇപ്പം ജോലിയുള്ളവർ അതിൽ കുറച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇവയൊക്കെ ആരായുന്ന സമയമായിരിക്കും. ഇപ്പോൾ ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. ആ രാശിയുടെ കർമ്മസ്ഥാനത്താണ് ഈ സൂര്യൻ രാശി മാറുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ധനാർജനം ഉറപ്പുവരുത്തത്തക്ക കർമ്മപ്രവർത്തനങ്ങളിലായിരിക്കും നമ്മൾ ഈ സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നിലനിൽപ്പിനായിട്ടുള്ള, അതിജീവനത്തിനായിട്ടുള്ള ഒരു പൊരുതൽ ഈ സമയത്ത് മിക്ക കൂറുകാർക്കും ഈ സമയത്തുണ്ടാകും. ഇപ്പം സൂര്യൻ എന്ന് പറയുന്ന ഇച്ഛാശക്തിയുടെ ഗ്രഹമാണ്, ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമാണ്, ഉന്നത പദവിയുടെയൊക്കെ ഗ്രഹമാണ്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അധികാരം, അതുപോലെ നേതൃത്വ ഗുണം, അതുപോലെ തന്നെ നമുക്ക് ശരിയും തെറ്റുകളൊക്കെ തന്നെ വേർതിരിച്ചറിയാനുള്ളൊരു കഴിവൊക്കെ ഈ സൂര്യനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. എങ്കിലും ഏത് ഗ്രഹം ഒരു രാശി മാറുമ്പോഴും അത് ചില പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, ചില നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകും. അപ്പോൾ നമുക്ക് സൂര്യൻ, നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി എവിടെയാണ്? ഇഷ്ടസ്ഥാനത്താണോ സൂര്യൻ്റെ സ്ഥിതി? അതുപോലെ നമുക്ക് ഇപ്പോൾ നടക്കുന്ന ദേശീയ അപകാരമൊക്കെ ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ? ഇവയൊക്കെ ആശ്രയിച്ച്, ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ പോസിറ്റീവ് നെഗറ്റീവ് എഫക്റ്റുകളിൽ മാറ്റം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ധനുക്കൂറുകാർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15 ഇപ്പോൾ 5 സഞ്ചരിക്കുന്ന സൂര്യൻ 6 രാശി മാറുന്നത്. അപ്പോൾ ഭാഗ്യഭാവാധിപൻ 6 സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പ്രാരാബ്ധ കർമ്മങ്ങളിലും നമ്മുടെ ചുമതലകളിലുമൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടേണ്ടുന്ന സമയമാണ്. നമ്മൾ തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അത് നെഗറ്റീവ് എനർജിക്കൊക്കെ വഴിതിരിക്കും, മോശമായ ചിന്തകൾക്കൊക്കെ വഴിതെളിക്കും. അതുകൊണ്ട്
നമ്മൾ അവിടെ കൂടുതൽ കെയർ കൊടുക്കണം. നമ്മൾ പ്രാരാബ്ധ കർമ്മങ്ങളിലും നമ്മുടെ ചുമതലകളിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. സൂര്യൻ 6 വരുന്നത് പൊതുവേ നമ്മൾ കൂടുതൽ അഗ്രസീവ് ആകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അഗ്രസീവ് ആകാതെ അച്ചടക്ക ബോധത്തോടെ കാര്യങ്ങൾ സമീപിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ സൂര്യൻ 6 രാശി മാറുക എന്ന് പറയുമ്പോൾ ശത്രുക്കളുടെയൊക്കെ ശല്യം നമുക്ക് കുറയും. ഇപ്പം നമുക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യുന്നതിന് 6 സൂര്യൻ്റെ സ്ഥിതി നമുക്ക് സഹായകമാണ്. അതുപോലെ കടബാധ്യതകളുള്ളവർക്ക് കടബാധ്യതകൾ കുറയാൻ ആ സൂര്യൻ്റെ 6 സ്ഥിതി സഹായകമാകും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതിനും ആ സൂര്യൻ്റെ 6 സ്ഥിതി സഹായകമാകും. പൊതുവെ ഒരു ആശ്വാസമൊക്കെ ആ മേഖലകളിലൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം സർക്കാരുമായിട്ടുള്ള ബന്ധം അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല. കാരണം 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6 വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. നമുക്ക് കൂടുതൽ പൊളൈറ്റായിട്ടൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ നമ്മൾ പൊളൈറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ വിനയം, വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്തുണ്ടാകണം. കഴിവതും ഗുരുക്കന്മാരെയും അതുപോലെ മേലുദ്യോഗസ്ഥരെയും ആചാര്യന്മാരെയൊക്കെ തന്നെ അവരുമായിട്ടൊക്കെ കഴിവതും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ അവരുമായിട്ട് ആർഗ്യുമെൻറ്റുകളൊക്കെ ഉണ്ടാകാതെ പോകാൻ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കണം. വർക്കിലൊക്കെ പൊതുവെ നമുക്ക് കോൺസെൻട്രേഷനൊക്കെ കൂടും, ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവേ നല്ലതാണ്. അതുവഴിയൊക്കെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയില്ല. ഇപ്പോൾ ഉത്തരവാദിത്വം തൊഴിലിടത്ത് കൂടുന്ന സമയമാണ്. തൊഴിലിലൊക്കെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകും. സൂര്യൻ 25 വരെ സ്വന്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ല. അതേസമയം 25 മുതൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അഷ്ടമഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ 6 വരിക എന്ന് പറയുമ്പോൾ പിതാവിനോ അല്ലെങ്കിൽ പിതാവിന് സമാനരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ ശത്രുക്കളുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. സംസാരത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പൊതുവെ ഈ ശത്രുതയൊക്കെ കുറയ്ക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ഈ വായ്പകളൊക്കെ എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ആ വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള മാർഗങ്ങൾ ഒക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ ബുധനൊക്കെ പൊതുവേ നമുക്ക് 5 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 23 വരെ ബുധൻ 5 അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകും. ഇപ്പം ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സൂര്യൻ്റെ 6 സ്ഥിതി ഉണ്ടായെന്ന് വരാം. 6 നിൽക്കുന്ന സൂര്യൻ 12 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ചിലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ തൊഴിലിൽ എന്തെങ്കിലും ചലഞ്ചസ് അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും ഫാൾസ് ആയിട്ടുള്ള അലിഗേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുക്കണം. പൊതുവേ നമുക്ക് ഭാവാധിപൻ 6 വരുമ്പോൾ ഒരു ഭാഗ്യകടാക്ഷമൊക്കെ കുറയും. നമ്മുടെ വർക്കിനനുസരിച്ചുള്ളൊരു നേട്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത്. വർക്കിലൂടെ അല്ലാതെ ഒരു നേട്ടം നമുക്ക് വരില്ല. അപ്പം നമ്മുടെ അധ്വാനത്തിൻ്റെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഗുണഫലം നമുക്ക് അനുഭവപ്പെടും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളിലൂടെ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ അതുപോലെ നമ്മുടെ ചുമതല നമ്മുടെ ഇപ്പോൾ വീട്ടിലായാലും നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ചുമതലയായാലും വർക്കിലുള്ള ചുമതലയായാലും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദോഷാനുഭവങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ വാഗ്വാദങ്ങൾ കഴിവതും ഒഴിവാക്കണം. എന്തെങ്കിലും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായാൽ അത് കേസുകളിലേക്കൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് പൊളൈറ്റായിട്ടൊക്കെ ഈ സമയത്ത് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പൊതുവെ നല്ല വാർത്തകളുടെയൊക്കെ സമയം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിൻ്റെ ഗുണമനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചിലപ്പോൾ ഗുണാനുഭവം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലും അതുപോലെ ധ്യാനത്തിലും ഒക്കെ മനസ്സ് ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക്
അവരുടെ ഇന്നർ സ്പേസ് ഒക്കെ വികസിക്കും. അപ്പം മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ മോശപ്പെട്ട നമ്മുടെ ബിഹേവിയർ, ഇവയൊക്കെ നമുക്ക് മാറ്റാൻ ഈ പ്രത്യേകിച്ച് ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതും അതുപോലെയുള്ള നമ്മുടെ ഇന്നർ സ്പേസ് ഒക്കെ വികസിപ്പിക്കുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ 8ാം ഭാവാധിപനാണ്. 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15-ന് 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5-ൽ വരിക എന്ന് പറയുമ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിൽ ഒരു ആലസ്യം, ഒരു മെല്ലെപ്പോക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസ അനുഭവങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. മാനസികമായിട്ടൊരു ടെൻഷൻ, മനസ്സമാധാനമൊക്കെ കുറയാൻ സാധ്യതയുള്ള സമയമാണ്. വൈകാരികമായിട്ട് ഒരു അസന്തുലിതാവസ്ഥ ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5-ലേക്ക് വരിക വഴി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുപോലെ സന്താനങ്ങളുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 8ാം ഭാവാധിപൻ 5-ൽ സന്താന സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ, അവരുടെ റെപ്യൂട്ടേഷനൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. പിതാവുമായിട്ടൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കണം. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ്. അവരുമായിട്ട് ഭിന്ന അഭിപ്രായങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. സ്പെക്കുലേറ്റീവ് തലത്തിൽ ഉള്ള ഗെയിൻ, സന്താനങ്ങൾ വഴി സഡൻ ഗെയിൻ, ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓഹരി വിപണി, അതുപോലെ മുൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴി ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചിലർക്ക് ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ധനനേട്ടമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരു സഡൻ ലോസൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സൂര്യൻ 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സർക്കാർ വഴി ഇപ്പോൾ നമ്മൾ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടാനുണ്ട്, സർക്കാർ അത് തരുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം അധികാരം അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യും. അധികാരം കൊണ്ട് നമുക്ക് എന്തും നേടാം എന്നുള്ളൊരു സ്വഭാവം ഈ സമയത്ത് പാടില്ല. അനാവശ്യ കാര്യങ്ങൾ, നമ്മുടെ അധികാരം മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. സാത്വിക ചിന്തകൾ കൂടുന്നത് ഈ സമയത്ത് നല്ലതാണ്. ബുധൻ 4ഉം 5ഉം ഭാവരാശികളൊക്കെ സഞ്ചരിക്കുന്നത് പൊതുവെ ഭവനം, വാഹനം ഇത്യാദി കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെലവ് കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ദാമ്പത്യ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലുമൊക്കെ അല്പം വിട്ടുവീഴ്ചകളൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. അല്പം സംയമനമൊക്കെ ആവശ്യമാണ്. ജന്മരാശിയിലൊക്കെ പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു പരിഹാരമൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ ഔട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ 7ാം ഭാവാധിപനാണ്. മെയ് 15-ന് ആ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 4ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ
അത് വിവാഹം വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളി വഴിയൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ശുക്രനുമൊക്കെ മെയ് 31 വരെ ഉച്ചസ്ഥിതനാണ്, മെയ് അവസാനം വരെ. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാനും സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് ചിലർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയൊക്കെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം 7-ാം ഭാവാധിപൻ 4-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ പഠനത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. തത്വശാസ്ത്രങ്ങൾ, നിഗൂഢശാസ്ത്രങ്ങൾ ഇവയിലൊക്കെ ഈ സമയത്തൊരു താല്പര്യം ഉണ്ടാകും. പൊതുവെ കാര്യങ്ങളൊക്കെ സന്തോഷകരമാകും. എങ്കിലും ചിലർക്ക് മാനസികമായിട്ട് ചില പ്രയാസങ്ങൾ ഈ സമയത്ത് അനുഭവപ്പെട്ടു എന്ന് വരാം, 4-ലെ ആ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. സൂര്യൻ 4-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് 10-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാക്കും. തൊഴിലിൽ സ്ഥാനക്കയറ്റം, തൊഴിലിൽ ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-ൽ വരുന്നത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല എങ്കിലും കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ചില ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു വിനയം വേണം, പൊളൈറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്യണം, സംസാരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് കോവർക്കേഴ്സുമായിട്ടൊക്കെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ നിലനിർത്തി പോകാനുള്ള ഒരു ശ്രമവും കൂടെ ഈ സമയത്ത് വേണം. ഇപ്പോൾ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് 10-ലെ ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഗുണം ചെയ്യും. കർമ്മഭാവാധിപൻ കുജൻ 6-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്തൊക്കെ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുമ്പോഴും ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. വിദേശ യാത്രകൾക്കൊക്കെ അനുകൂല സമയമാണ്. ബുധൻ പ്രത്യേകിച്ച് 3-4 ഭാവങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അതൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആക്കും. അതുവഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. അധികാരമൊക്കെ കൂടുമെങ്കിലും പൊതുവെ മാനസികമായിട്ട് ഒരു സമാധാനക്കുറവ് ഈ 4-ലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. ജന്മരാശിയിലേക്കൊക്കെ പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി മെയ് 14 മുതൽ വരുന്നു എന്നുള്ളത് പൊതുവെ നമുക്ക് ആത്മജ്ഞാനം കൂടുന്നതിനും നമുക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനും ഒരു ആത്മവിശ്വാസം, വിവേകബുദ്ധിയൊക്കെ കൂടുന്നതിനും ശരി തെറ്റുകളൊക്കെ തിരിച്ചറിയുന്നതിനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്തുണ്ടാകും. സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ആ ഗുരു 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ്റെ ഇടവരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ 6-ാം ഭാവാധിപനാണ്. 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15-ന് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 3-ാം ഭാവ രാശിയിൽ ഉണ്ടാകും. അപ്പോൾ 6-ാം ഭാവാധിപൻ 3-ൽ വരിക എന്ന് പറയുമ്പോൾ 25 വരെ സൂര്യൻ്റെ തന്നെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് വർക്കിലൊക്കെ ആക്റ്റീവാകും, ധൈര്യമൊക്കെ കൂടും. അതുപോലെ ശത്രുക്കളെയൊക്കെ നേരിടുന്നതിനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും. എന്ത് പ്രതിബന്ധങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ഒരു പ്രാപ്തി 3-ലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകും. ഓവർ കോൺഫിഡൻസ് കഴിവതും നമ്മൾ ഒഴിവാക്കണം. അത് നമുക്ക് പൊതുവെ ഈ 3-ലൊക്കെ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് മനസ്സിൽ നിറച്ച് പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാകും. അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 6-ാം ഭാവാധിപൻ 3-ലാണ് നിൽക്കുന്നത്. അതേസമയം 6-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുമ്പോൾ തൊഴിലിടത്തെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഒരു അനുകമ്പ ഉണ്ടാകണമെന്നില്ല. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വർക്കിൽ ഇടപെടുന്നത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അമിത അധ്വാനം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ചിലപ്പോൾ സംതൃപ്തിക്കുറവിലേക്ക് അത് നയിച്ചു എന്ന് വരാം. സൂര്യൻ 9-ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അത് ഈശ്വര കടാക്ഷം കൂട്ടുന്നതിന് സഹായകമാണ്.
അതുപോലെ നമുക്ക് ഈശ്വരനുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ, അതുപോലെ അതിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം മറ്റുള്ളവരോടുള്ള നമ്മളെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 3-ൽ നിന്നിട്ട് ആണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ തന്നെ ശത്രുക്കളുടെ നീക്കങ്ങൾ, എന്ത് നീക്കങ്ങളായാലും ശത്രുക്കളുടെ ആ നീക്കങ്ങളൊക്കെ തടയാനുള്ളൊരു കഴിവൊക്കെ ഈ സമയത്തുണ്ടാകും. ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് മീഡിയയിൽ, TV, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പബ്ലിഷിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ ആ 3-ലെ സൂര്യൻ്റെ സ്ഥിതി ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം എഴുത്തുകാരായാലും പബ്ലിഷേഴ്സ് ആയാലും അവരൊക്കെ തന്നെ അവരുടെ പ്രസ്താവനകൾ അത് വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 3-ൽ വരുമ്പോൾ നമ്മുടെ പ്രസ്താവനകൾ വഴി ശത്രുതകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എഴുത്തിലൂടെയുള്ള കാര്യങ്ങളായാലും നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെയുള്ള കാര്യങ്ങളായാലും അതൊക്കെ നമുക്ക് വളരെ പ്രകോപനം ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനകളായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഈ സമയത്ത് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ 3-ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൻ്റെ 6-ാം ഭാവമാണ്. അതൊക്കെ നമുക്ക് തൊഴിലിടത്തൊക്കെ ഹാർഡ് വർക്കിനൊക്കെ സഹായകമാണ്. അതേസമയം തൊഴിലിടത്തൊക്കെ ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യമൊക്കെ കുറയുന്നതിന് സഹായകമാണ്. ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ തൊഴിലിടത്ത് ഉള്ള അധ്വാനം, അതിനുള്ള കഴിവ് ഒക്കെ കൂടുന്നത്, തൊഴിലിടത്തൊക്കെ നമ്മൾ കാര്യക്ഷമമായിട്ടൊക്കെ പ്രവർത്തനമൊക്കെ നടത്തുന്നത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതിനും ഭാവിയിൽ അതുകൊണ്ട് നമുക്ക് തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും. വ്യവഹാരങ്ങളൊക്കെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ 3-ലും 4-ലും ഒക്കെ ബുധൻ്റെയൊക്കെ സ്ഥിതിയുള്ള സമയമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പഠനത്തിനൊക്കെ പഠിതാക്കൾക്ക് പഠനത്തിലൊക്കെ കൂടുതൽ സഹായകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ബുധൻ്റെ സ്ഥിതിയും കൊണ്ടുണ്ടാകും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.